നമസ്കാരം. മനസാക്ഷി എന്താണ് എന്നറിയാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാർ, പ്രത്യേകിച്ച് CPM-കാർ. കമ്മ്യൂണിസം തലയ്ക്ക് പിടിച്ചു കഴിഞ്ഞാൽ അവർക്ക് മനുഷ്യത്വം എന്ന ഒന്നില്ല. ഇത് പലപ്പോഴും എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമാണ്. അവർക്ക് ബന്ധുക്കളെന്നോ നാട്ടുകാരെന്നോ സുഹൃത്തുക്കളെന്നോ സഹപ്രവർത്തകരെന്നോ സഹപാഠികളെന്നോ അങ്ങനെ യാതൊന്നും അവരെ ബാധിക്കുന്ന ഒരു പ്രശ്നമില്ല. അവരൊരിക്കലും കാണാത്ത വിഡ്ഢിത്തങ്ങൾ മാത്രം പറയുന്ന അവരുടെ നേതാവ് പറയുന്നതാണ് അവരുടെ വേദവാക്യം. അതുകൊണ്ടാണല്ലോ കേരളത്തിൽ ഇത്രയധികം രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നത്. യാതൊരു പരിചയവുമില്ലാത്ത TP ചന്ദ്രശേഖരനെ കൊടി സുനിയുടെ നേതൃത്വത്തിലുള്ള വാടക കൊലയാളികൾ വെട്ടിക്കൊലപ്പെടുത്തിയത്. വയനാട് ദുരന്തം നടന്നിട്ട് വർഷം 1.5 കഴിഞ്ഞു. കഴിഞ്ഞ മാർച്ച് 1-ാം തീയതിയാണ് കുറച്ച് വീടുകളുടെ താക്കോൽ ദാനം മുഖ്യമന്ത്രി പിണറായി വിജയൻ വലിയ ആഘോഷത്തോടുകൂടി നിർവഹിച്ചത്. അതിനുശേഷമാണ് തനിക്ക് കിട്ടിയ വീട്, ആ വീട്ടിൽ വിള്ളലുണ്ടെന്നും ചോർച്ചയുണ്ടെന്നും KT നൗഫൽ എന്ന ഒരു മനുഷ്യൻ അറിയാതെ ഒന്ന് പറഞ്ഞു പോയത്. അദ്ദേഹം പറഞ്ഞത് മാധ്യമങ്ങളുടെ മുന്നിലോ പാർട്ടിക്കാരുടെ മുന്നിലോ അല്ല. അദ്ദേഹം പറഞ്ഞത് ഈ ടൗൺഷിപ്പിൻ്റെ നിർമ്മാണ ചുമതല നിർവഹിക്കുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ടിംഗ് സൊസൈറ്റിയുടെ എഞ്ചിനീയറുടെ അടുത്താണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ പിന്നീട് KT നൗഫൽ നേരിടേണ്ടി വന്നത് അതിമൃഗീയമായ സൈബർ ആക്രമണമായിരുന്നു. സഖാക്കളൊക്കെ ഇയാളൊരു കോൺഗ്രസ്സുകാരനാണെന്നും പാർട്ടിയെയും സർക്കാരിനെയും താറടിച്ചു കാണിക്കാനായി കോൺഗ്രസ്സുകാരിൽ നിന്ന് പണം വാങ്ങിയിട്ട് മനഃപൂർവ്വം പറയുന്നതാണ് എന്നുമൊക്കെ സഖാക്കൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചു. എന്നാൽ സഖാക്കളെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ആ മനുഷ്യൻ വളരെ വേദനയോടുകൂടി പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളെപ്പോലെയല്ല, തൻ്റെ കുടുംബത്തിലെ 16 പേരെ നഷ്ടപ്പെട്ടവനാണ് അയാൾ. ബന്ധുക്കളടക്കമുള്ള 16 പേരെ നഷ്ടപ്പെട്ടവനാണ് ആ പ്രവാസി. അയാളൊരു ഓട്ടോറിക്ഷ ഓടിച്ചാണ് ഇപ്പോൾ ജീവിക്കുന്നത്. അയാൾ ഇപ്പോഴും പറയുന്നത്, എനിക്ക് ജനങ്ങളുടെ കയ്യിൽ നിന്ന് സർക്കാർ പിരിച്ചെടുത്ത് ആ പണം കൊണ്ട് നിർമ്മിക്കുന്ന ഈ വീട് തന്നെ മതി എന്നാണ്. മറ്റാരുടെയും വീട് എനിക്ക് വേണ്ട എന്നാണ് ആ മനുഷ്യൻ പറയുന്നത്. സർക്കാരിൽ വിശ്വാസമുണ്ട് എന്നാണ് KT നൗഫൽ പറയുന്നത്. പക്ഷേ ഇപ്പോഴും യാതൊരു മനസാക്ഷിയുമില്ലാതെ വേട്ട പട്ടികളെപ്പോലെ കടിച്ചു കീറുകയാണ് നിങ്ങൾ ആ മനുഷ്യനെ. നിങ്ങളുടെ വീട്ടിൽ ഒരാൾക്ക് ഒരു ചെറിയ അസുഖം വന്നാൽ നിങ്ങൾക്ക് മനസാക്ഷി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഞങ്ങളുടെ വീട്ടിലൊക്കെ അങ്ങനെയാണ്. ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്ക്, സുഹൃത്തുക്കൾക്ക്, ബന്ധുക്കൾക്കൊക്കെ എന്തെങ്കിലും ഒരു വേദനയുണ്ടായാൽ അത് ഞങ്ങളെയും ബാധിക്കും. കമ്മ്യൂണിസ്റ്റുകാരുടെ കാര്യം എനിക്കറിയില്ല. കാരണം സ്വന്തം വീട്ടുകാരെക്കാൾ കമ്മ്യൂണിസ്റ്റുകാർക്ക് വലുത് അവരുടെ പാർട്ടി നേതാക്കളും പാർട്ടി നേതാക്കളുടെ കുടുംബാംഗങ്ങളുമൊക്കെയാണ്. അതുകൊണ്ട് അവരുടെ കാര്യം എനിക്കറിയില്ല. 2 ആഴ്ച മുൻപ് മഴ പെയ്തപ്പോഴാണ് വീടിനകത്ത് ചോർച്ച ശ്രദ്ധയിൽപ്പെട്ടത് നൗഫലിൻ്റെ. അതോടെ നൗഫൽ ഊരാളുങ്കലിലെ ഒരു എഞ്ചിനീയറോട് പരാതിപ്പെട്ടു. അപ്പോൾ സർക്കാർ നൽകിയ വീടാണ്, അത് സംഘടനയുടെ രാഷ്ട്രീയ പാർട്ടിയുടെയോ വീടല്ല. ജനങ്ങൾ നൽകിയ പണം കൊണ്ടാണ് ഈ സർക്കാർ ഈ വീട് വെച്ചു കൊടുക്കുന്നത്. അതിൽ തന്നെ വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ ഉണ്ടെന്നുള്ള ആരോപണമുണ്ട്. നൗഫൽ പറയുന്നത് താൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രവർത്തിക്കുന്ന ഒരാളല്ല എന്നാണ്. അദ്ദേഹം കോൺഗ്രസ് അനുഭാവിയായിരിക്കാം, അല്ലാതെ കേരളത്തിലുള്ള എല്ലാ ജനങ്ങളും CPM-ൽ തന്നെ പ്രവർത്തിക്കണമെന്നും കമ്മ്യൂണിസത്തിൽ വിശ്വസിക്കണമെന്നും വല്ല നിർബന്ധവുമുണ്ടോ? അദ്ദേഹത്തിന് വ്യക്തമായിട്ടൊരു രാഷ്ട്രീയ പാർട്ടിയില്ല. 16 പേരെ ഒരു ദുരന്തത്തിൽ നഷ്ടപ്പെട്ട ആ മനുഷ്യൻ, പ്രവാസിയായ ആ മനുഷ്യൻ, ഓട്ടോറിക്ഷ ഓടിച്ചു ജീവിക്കുന്ന ആ മനുഷ്യന് അയാൾക്ക് പാർട്ടിയുടെ പിന്നാലെ പോകാനും പാർട്ടിക്കാർക്ക് വേണ്ടി അടിയുണ്ടാക്കാനും ഒന്നുമുള്ള ഒരു മനസ്ഥിതി ഉണ്ടാകില്ല. ആ മനുഷ്യനെയാണ് ഇത്തരത്തിൽ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്. ഒന്ന് ഓർത്ത് നോക്കൂ, 850 കോടിയോളം രൂപ CMDRF ഫണ്ടിലേക്ക് വന്നതാണ്. ആ പണം കൊണ്ടാണ് 178 പേർക്കോ മറ്റോ വീട് നിർമ്മിച്ച് നൽകിയത്. അതും ഇതുവരെ വാസയോഗ്യമായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നൗഫൽ പറയുന്നത് ഈ സൈബർ ആക്രമണം കൊണ്ടൊന്നും ഞാൻ തളരില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചെയ്യാനുള്ളത് നിങ്ങൾ ചെയ്തോളൂ. ഞങ്ങൾ ഈ ഒരു കൂട്ടായ്മ, അവരുടെ ഒരു കൂട്ടായ്മയുണ്ട്, ആ കൂട്ടായ്മ കൂടി തീരുമാനിച്ച് ഈ സൈബർ ആക്രമണങ്ങൾക്കെതിരെ പരാതി നൽകും എന്നുള്ളതാണ്. എനിക്ക് ഈ ദുരന്ത ബാധിതരോട് പറയാനുള്ളത്, നിങ്ങൾ പരാതിപ്പെടാനൊന്നും പോകേണ്ട യാതൊരു കാര്യവുമില്ല. ഇവനൊക്കെ നിങ്ങൾ കൈകാര്യം ചെയ്യണം. കാരണം എല്ലാം നഷ്ടപ്പെട്ടവരാണ്. ജീവനും ജീവിതവും ഉടുതുണിയും അടക്കം എല്ലാം നഷ്ടപ്പെട്ടവരാണ് നിങ്ങൾ. ഞാനൊക്കെ ആ കാഴ്ച വന്ന് നേരിൽ കണ്ടതാണ്. ആ നിങ്ങളെ അധിക്ഷേപിക്കുന്ന ഇവനെയൊക്കെ കൈകാര്യം ചെയ്യേണ്ടത് നിങ്ങളാണ്. അല്ലാതെ പരാതിയും കൊണ്ട് പോയി കഴിഞ്ഞാൽ നിങ്ങളെപ്പോലെയുള്ളവർക്ക് അതിൻ്റെ പിന്നാലെ നടക്കാനുള്ള ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. എന്ന് മാത്രമല്ല, ഒരു പരാതി കിട്ടിയാൽ ഇവനെയൊന്നും പിടിച്ച് തൂക്കിക്കൊല്ലുകയൊന്നുമില്ല. അത് മാത്രമല്ല, ഇവരെയൊക്കെ ഈ പറഞ്ഞ അധിക്ഷേപമൊക്കെ അത് തിരിച്ചെടുക്കാൻ ഇവർക്ക് കഴിയുമോ? അതൊന്നും കഴിയില്ല. അതുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞാൽ മനസാക്ഷിയില്ലാത്തവരാണ്. അതുകൊണ്ടാണ് അവരെ നിശിതമായി രൂക്ഷമായി മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് പലപ്പോഴും വിമർശിക്കേണ്ടി വരുന്നത്. വയനാട് ദുരന്തം നടന്നതിനു ശേഷം എല്ലാം നഷ്ടപ്പെട്ടവർ ചേർന്ന് വാട്സാപ്പ് കൂട്ടായ്മ രൂപീകരിച്ചിരുന്നു. അവിടെയും പ്രാദേശിക അന്തം കമ്മികൾ നുഴഞ്ഞു കയറി. അതിൽ ആരെങ്കിലും സർക്കാരിനെതിരെ അഭിപ്രായം പറയുന്നുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ നോക്കി അവരെ വിരട്ടിയും അവരെ ഭീഷണിപ്പെടുത്തിയും പ്രലോഭിപ്പിച്ചും അവരെ തിരുത്തിയുമൊക്കെയാണ് ഇതുവരെ കൊണ്ടുപോയത്. ഇതൊക്കെ പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്ക് മനസാക്ഷി ഇല്ല എന്ന് പറയാൻ കാരണം തന്നെ ഇതാണ്. അവർക്ക് വലുത് പാർട്ടിയാണ്. ഈ ഒരു പാർട്ടി കൊണ്ട് ഈ കേരളത്തിലെന്നല്ല ഈ ലോകത്ത് ഒരിടത്തും ഒരു പ്രയോജനം ഉണ്ടായിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. അതുകൊണ്ട് നൗഫൽ അടക്കമുള്ള ദുരന്ത ബാധിതരോട് എനിക്ക് പറയാനുള്ളത്, ഈ പണം പിണറായി വിജയന്റെ തറവാട്ട് സ്വത്ത് ഭാഗം വെച്ച് കിട്ടിയത് വിറ്റുണ്ടാക്കി കൊണ്ടുവന്ന് പണിഞ്ഞതല്ല.
ഇതൊക്കെ കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആൾക്കാരും സംഘടനകളും സംഘടനകളും ഒക്കെ കൊടുത്ത പണം കൊണ്ടാണ് ഈ ടൗൺഷിപ്പിൽ ഈ വീട് നിർമ്മിക്കുന്നത്. അത് തന്നെ വലിയ ക്രമക്കേടുണ്ടെന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് ഈ പരാതിപ്പെടാനൊന്നും പോകേണ്ട കാര്യമില്ല. ഇവരെയൊക്കെ ഏത് രീതിയിൽ അർഹിക്കുന്ന പരിഗണന കൊടുത്ത് ആ രീതിയിൽ നിങ്ങൾ തന്നെ അവരെ കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ഈ വിഷയം തീരും. അതുകൊണ്ട് പരാതിപ്പെട്ട് സമയം കളയേണ്ട കാര്യമൊന്നുമില്ല. ഇത്തരക്കാരെ നിലയ്ക്ക് നിർത്തേണ്ടത് ദുരന്തബാധിതരായ നിങ്ങളാണ്. അതെങ്ങനെയാണെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കണം.